ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് താലിബാന് ബ്യൂട്ടി സലോൺസ് അഫ്ഗാനിസ്ഥാനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനത്തെ സലോൺസ് ഒക്കെ റെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് സർപ്രൈസ് തോന്നിയത് അവിടെ ബ്യൂട്ടി സലോൺസ് ഇണ്ടോന്നാണ് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത്. പിന്നെ ഞാൻ ഈ പടം നോക്ക്, ഈ നിക്കാബൊക്കെ ഇട്ടിട്ട് ഈ സ്ത്രീ സലോണിലേക്ക് പോവാണ്. ഈ സലോണിന്റെ ചിത്രത്തിൽ തന്നെയുള്ള സ്ത്രീകളുടെ മുഖമൊക്കെ മായ്ച്ചളഞ്ഞിട്ടുണ്ട് അവര്. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നാട്ടിലുള്ള ഉസ്താദ്മാരൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ത്രീകള് ചുണ്ട് ചോപ്പിക്കുന്നത്, എന്താ പറയാ, പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ആരെയും കാണിക്കാനൊന്നുമില്ല. അതിന്റെ തന്നെ ഒരു തെളിവാണിത്. മീൻസ് അവരുടെ തന്നെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസിനും, പിന്നെ സ്ത്രീകളും നമ്മള് ഗേൾസ് നൈറ്റ് ഔട്ടിനൊക്കെ പോകുമ്പോഴും നമ്മള് ഭംഗിയായിട്ട് തന്നെ പോവാറുള്ളത്. അപ്പൊ അതിന്റെയും കൂടി ഒരു തെളിവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എനിക്ക് ഭയങ്കര കണ്ണ് മാത്രമേ അവരുടെ കാണുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യം അവർക്കുണ്ട്. അതുപോലും അവരുടെ രാജ്യത്തില് അനുവദിക്കുന്നില്ല. ഇനി ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് അവര് സലോണിൽ പോകുന്നതെന്നൊന്നും പറഞ്ഞു വരണ്ട. അങ്ങനെയാണെങ്കിൽ അവരത് പൊട്ടിക്കൂലല്ലോ. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ? കേൾക്കുന്നുണ്ട്. ആ, ആ, പറഞ്ഞോളൂ, ആ. പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ. ആ, ഓക്കെ. പിന്നെ അടുത്തത് നമ്മളിപ്പോ പലേ ചർച്ചകളിലൊക്കെ കേൾക്കാറുണ്ട്. അതായത് മുസ്ലിങ്ങള് ഇമിഗ്രന്റ്സ് ആയിട്ട് എടുക്കുന്നത് രാജ്യങ്ങൾ കുറച്ചിട്ടുണ്ട്. അവരുടെ ജോലി സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട് വിദേശത്ത്. പക്ഷെ അവർക്ക് പറ്റിയൊരു നല്ല ജോലി സാധ്യത ഈ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് റെഡ് സീയിലുള്ള ഷിപ്പുകളില് ക്രൂ ആയിട്ട് അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. കാരണം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാല്, ഈ റെഡ് സീയിൽ പോകുന്ന ഷിപ്സ്, പ്രത്യേകിച്ചും ഇസ്രായേല് ടച്ച് ചെയ്യുന്ന ഷിപ്സ്, അവര് ഇസ്രായേലില് ഒന്നും അവര് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ആ റൂട്ടില് പോകുന്ന ഷിപ്സിനെ ഹൂത്തീസ് അറ്റാക്ക് ചെയ്യാണ്. ചുമ്മാ ജസ്റ്റ് ഫോർ ഹൊറർ. അപ്പം എന്താ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷിപ്പിന്റെ മുകളില് ഷിപ്പിൽ നിന്നുള്ള ബ്രോഡ്കാസ്റ്റ് മെസ്സേജസിലൊക്കെ അവര് പറയാണ്, ഞങ്ങളുടെ ക്രൂ എല്ലാം മുസ്ലിങ്ങളാണേ, ഞങ്ങളൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് അവര് നാഷണാലിറ്റിയും റിലീജിയനും ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അവര് മുസ്ലിങ്ങളാണെന്ന് കണ്ടാൽ അവർ അറ്റാക്ക് ചെയ്തത്രേ. ക്രൂ മുസ്ലിം ആവണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു അന്തർധാര നോക്കുക. അപ്പം മുസ്ലിം അന്തർധാര ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും കാണും. ഇപ്പം നമ്മൾ നിമിഷപ്രിയ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. പക്ഷെ കണ്ടില്ലേ, ഒരു രാജ്യത്തിനോട് വേണ്ടിയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടാൻ ഒരു കൺട്രിക്ക് പറ്റുന്നില്ല. പക്ഷെ ഒരു മുഫ്തിക്ക് പറ്റുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പറ്റൂല. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആണ്. പക്ഷെ അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ റെഡ് സീയിലുള്ള ഷിപ്പില് മെർച്ചന്റ് നേവിയിലൊക്കെ നിങ്ങൾക്ക് നല്ല സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് ഇത് നിങ്ങൾ കണ്ടിരുന്നോ? ഈ ഗ്രോക്ക് ആന്റിസെമൈറ്റ് ആയത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ യെസ്, ആരെങ്കിലും കണ്ടിരുന്നു? യെസ്, ആ. യെസ്. അപ്പം മസ്ക് എന്ത് ചെയ്തു? മസ്ക് ഈ ഗ്രോക്ക് പെട്ടെന്നല്ല, ഗ്രോക്ക് വോക്ക് അല്ലായിരുന്നു, എന്നാലും കുറച്ച് വോക്കായി. പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ മസ്ക് അടുത്ത ഒരു അപ്ഡേറ്റ് ഇട്ടു ഗ്രോക്കിനെ ഡീവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് സംഭവിച്ചു? ഗ്രോക്ക് മറ്റേ എക്സ്ട്രീം പോയി, ആന്റൈ സെമൈറ്റ് ആയി. അപ്പം ഒരാള് ചോദിച്ചു, ഈ ടെക്സസിൽ ഭയങ്കര ഫ്ലഡ് നടന്നിരുന്നല്ലോ, അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ 20th സെഞ്ചുറിയിൽ ആരാ വേണ്ടതെന്ന് ചോദിച്ചപ്പം ഗ്രോക്ക് ഒന്നും ആലോചിക്കാണ്ട് പറഞ്ഞു ഹിറ്റ്ലർ ആണെങ്കിൽ ഇതൊക്കെ ശരിയാക്കുമായിരുന്നെന്ന്. പിന്നെ ഗ്രോക്ക് സ്വന്തമായിട്ട് മെക്ക ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടിക് ഒരു സംഭവം ഉണ്ട്. അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഞാനിത് കാണിക്കാൻ വിചാരിച്ചത്, എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒന്നാമത് ഈ ഗ്രോക്ക് അപ്ഡേറ്റ് ചെയ്തപ്പം എക്സ്ട്രീമിസ്റ്റ് വ്യൂസ്, സോ കോൾഡ് എക്സ്ട്രീമിസ്റ്റ് വ്യൂസ് ആണ് അതിന്റെ ഡേറ്റ ആയിട്ട് അത് ഉപയോഗിക്കുന്നത് ഈ റിസൾട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ലെസ് പൊളിറ്റിക്കലി കറക്റ്റ് ആൻഡ് മോർ ഹേറ്റ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ലെസ് പൊളിറ്റിക്കലി കറക്റ്റ് ആവുമ്പോൾ അത് ആന്റൈ സെമിറ്റിക് ആണ് ആവുന്നത്, ഇസ്ലാമോഫോബിക് അല്ല. നാട്ടിലെല്ലാരും പറയുന്ന അയ്യോ ലോകം മൊത്തം ഇസ്ലാമോഫോബ്സ് ആണ്, ട്വിറ്ററിൽ ഇസ്ലാമോഫോബ്. പക്ഷെ ഇവിടെ നോക്കേണ്ടത് അങ്ങനെയല്ല ശരിക്കും. പ്രിവലന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ, ഇത് എക്സ് പോസ്റ്റുകളിലാണ് കൂടുതലും ഗ്രോക്കിന്റെ റിസൾട്ട്സ് വരുന്നത്. അപ്പം അൺഹിഞ്ച്ഡ് ആയിട്ട് അവിടെ പോയിട്ട് സംസാരിക്കുന്നത് കൂടുതലും ആന്റൈസെമൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതിന്റെയും കൂടി ഒരു പ്രൂഫാണ്. അപ്പം എനിക്കറിയാം ആരിഫൊക്കെ പറയാറുണ്ട് എക്സ് മീൻസ് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, കൂടുതൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് മോഡറേഷൻ നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു സെസ്പൂൾ ഓഫ് ഹെയ്റ്റ് ആയിട്ടുണ്ട് എക്സ്. ഞാൻ എക്സിലില്ല ഇതേ കാരണം കൊണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ഓൾ ആർ ദെയർ, ബട്ട് ഇറ്റ് ഈസ് റിയലി ഡിപ്രസിങ്. ആൾക്കാർ അവരുടെ ഏറ്റവും വേസ്റ്റ് സെൽഫാണ് അവിടെ കാണിക്കുന്നത്.
അപ്പം ഇനിയും ഇതുപോലുള്ള ഈ എഐസ് ഒക്കെ കൂടുതൽ പോപ്പുലർ ആവുമ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഫ്രീ സ്പീച്ച് എക്സസൈസ് ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം വിത്തൗട്ട് ആംപ്ലിഫൈങ് ദീസ് ഐഡിയോളജീസ്. പിന്നെ ഇത് ഞാനൊന്നും പറയുന്നില്ല. ഇത് നിങ്ങളെല്ലാവരും എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇയുവിന്റെ പോപ്പുലേഷൻ റീസെന്റ് റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു യൂറോസ്റ്റാറ്റില്. അപ്പം സർപ്രൈസ് ഒന്നുമില്ല. പോപ്പുലേഷൻ 4th കൺസിക്യൂട്ടീവ് ഇയറിലും കൂടിയിട്ടുണ്ട്. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡെത്ത്സ് ബേർഡ്സിനെക്കാട്ടി കൂടുതലാണ്. വിച്ച് ഓൺലി പോയിന്റ്സ് ടു ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ദ മൈഗ്രേഷൻ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് മൈഗ്രേറ്റിംഗ് കൺട്രീസിലെ ടോപ്പ്. യുക്രൈൻ ആണ് ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ സ്വയം നോക്കുക ബാക്കി കൺട്രീസ്. ഞാൻ അതിൽ കമന്റ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് വീണ്ടും ഇതേപോലുള്ള എന്താണ് ഹിജാബ് വേണോ വേണ്ടയോ, അത്തരത്തിലുള്ള ഷരിയ ഫോർ EU എന്നുള്ള ഡിബേറ്റ്സ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും എൻഡ് ചെയ്യാൻ പോകുന്നില്ല. അവര് തീരെ വെറ്റിങ്ങും ഇല്ല. അവർക്ക് US ആണെങ്കിൽ പിന്നെയും വെറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. യാതൊരു തരത്തിലുള്ള വെറ്റിങ്ങും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ദീസ് റിസൾട്ട്സ് ബിക്കോസ് ഇറ്റ് വാസ് പബ്ലിഷ് ലൈക്ക് 3 or 4 days ago. ദാറ്റ്സ് ഇറ്റ്. ഞാൻ നിർത്താം. കുറെ നേരമായില്ലേ. ഇതിന് സൽമാനും ആഡ് ചെയ്യാൻ കാണും. ഞാനൊന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഈ ഇപ്പം ജർമ്മനിയിലും ഈ യൂറോപ്യൻ കൺട്രീസിലുമുള്ള ബർത്ത് റേറ്റ് കുറയുന്നതിനെ കുറിച്ചും അവിടെ നടക്കുന്ന ഇത് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ബട്ട് ഈ ഇപ്പം യൂണിക്കോൺ പറഞ്ഞ വേർ ആർ ദീസ് പീപ്പിൾ കമ്മിങ് ഫ്രം, അതേസമയം അവിടുത്തെ നാഷണൽസിൻ്റെ, അവിടുത്തെ യൂറോപ്യൻ ബോൺ സിറ്റിസൻസിൻ്റെ അവരുടെ ബർത്ത് റേറ്റ് കുറഞ്ഞു വരുന്നു. പക്ഷേ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള, മീനിങ് പുറത്തു നിന്ന് വന്ന മൈഗ്രൻസിൻ്റെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്താണ്? എൻ്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യണം. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലൈവ് ബേർഡ്സ് കുറഞ്ഞു വരുന്നു. യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് ദ ഫെർട്ടിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് യൂറോപ്പ്. ഇറ്റ്സ് എ വെരി സാഡ് സ്റ്റോറി. അപ്പോൾ ഈ സാഡ് സ്റ്റോറിയുടെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ബെർലിൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവമാണ്. പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, DYFIയുടെ പരിപാടിയിൽ മുസ്ലിങ്ങളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരു മലപ്പുറത്തോ കോഴിക്കോട് ഏതോ ഒരു സ്ഥലത്ത് നടന്ന പരിപാടിയാണ്. അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പരിപാടികൾ നടത്തുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കല്യാണങ്ങളും പരിപാടികളും പബ്ലിക് ഇവൻറ്റുകളിൽ ഇങ്ങനെ DYFIക്കാർ, അതായത് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFI, അവർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ച് പരിപാടി നടത്തിയത് നമ്മളിവിടെ എല്ലാം ചർച്ച ചെയ്താണ്. ബട്ട് ഇതിപ്പം നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കാരണം ഈ മുസ്ലിങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്ന്, മെഡിക്കൽ സ്റ്റുഡൻസ് അവിടെ മെഡി ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കുകയും, ഞാനത് ബ്രീഫായിട്ട് വയ്ക്കാം. പ്രോമിനൻറ്റ് ബെർലിൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇസ് അണ്ടർ ഫയർ ആഫ്റ്റർ മുസ്ലിം സ്റ്റുഡൻറ് ഗ്രൂപ്പ്സ് ഹോസ്റ്റഡ് ജെൻഡർ സെഗ്രിഗേറ്റഡ് ഇവൻറ്റ്സ് ഓൺ ഇറ്റ്സ് ക്യാമ്പസ്. ഇതൊരു ആർട്സ് കോളേജോ ടെക്നിക്കൽ കോളേജോ, ഇതൊരു മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിൽ കുട്ടികളെ, വിദ്യാർത്ഥിനികളും പുരുഷനും സ്ത്രീയും സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പരിപാടി നടത്തി എന്താ പറഞ്ഞ ആ സംഘടനയെ അവർ ശാസിച്ച് അവരെ ഈ സംഘടന തന്നെ ബാൻ ചെയ്ത്, ഇനി ഈ പരിപാടി ഇവിടെ നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആർജവം ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസും ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയാൽ കുറച്ചൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമല്ല. ഇത് മുമ്പും നടന്നിട്ടുണ്ട്. ഇസ്ലാം വീക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂണിവേഴ്സിറ്റി അവരും ഈ പരിപാടി നടത്തി. അത് ക്രിസ്ത്യൻ ആൽബ്രക്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സെഗ്രിഗേറ്റ് ചെയ്ത് പരിപാടി നടത്തിയത്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദിസ് ഇസ് ഹാപ്പനിങ്. ഇപ്പോഴാണ് ഇത് വാർത്തയായി തുടങ്ങിയത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിൽ, ജർമ്മനിയിൽ ഈ AFD പോലുള്ള പാർട്ടി പ്രവർത്തിക്കുന്ന രാജ്യത്ത് അവിടെ ഇത്ര ലാഘവത്തോടു കൂടി ഈ പരിപാടി അവിടെ അവർ നടപ്പിലാക്കുകയാണ്. സോ
Salman, you may also have some more stories to add to this, because ഇതൊരു തുടർ കഥയാണ്. യൂറോപ്പിൽ അവിടുത്തെ പോപ്പുലേഷൻ കുറയുന്നു. ഇത് ഏകദേശം 10 വർഷം 15 വർഷം മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ഐ തിങ്ക് നമ്മുടെ തന്നെ ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തത്. 13 വർഷം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് യൂറോപ്പിൽ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി വരുന്ന, അതായത് 2030-37 കാലഘട്ടങ്ങളിൽ. ആ സമയത്ത് ഇസ്ലാം ആയിരിക്കും അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ്. 1 in every 5 യൂറോപ്യൻ ബോൺ ഇൻ യൂറോപ്പ് വിൽ ബി എ മുസ്ലിം. ഇങ്ങനെയാണ് സിറ്റുവേഷൻ. 1 in 5 എന്ന് പറയുമ്പോൾ അതൊരു സിഗ്നിഫിക്കൻറ്റ് മെജോറിറ്റിയാണ്. അവരൊരു വോട്ട് ബാങ്ക് ആണ്. അവിടെ അവർക്ക് സ്വാധീനമുണ്ടാവും. ഷറിയ നടപ്പിലാക്കാൻ 1 in 5 മതി. കാരണം ബാക്കി ഈ 4 in 5 may not even be interested in voting. ഇങ്ങനെയാണ് ജർമ്മനിയിൽ തന്നെ പണ്ടൊരു സമയത്ത് ഒരു ഏകാധിപതി ഭരണത്തിൽ വന്നത്. അത് മറന്നു കളയരുത്. അങ്ങനെ ജനാധിപത്യത്തിൽ കൂടി ഏകാധിപതികൾ ഭരണമേറ്റ് കഴിഞ്ഞാൽ അവരെന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് ഒരു പിടുത്തവും കൂട്ടില്ല, ഒരു ഗ്രിപ്പും ഉണ്ടാവില്ല. ഹമാസും 2006 ജനറൽ ഇലക്ഷനിൽ കൂടിയാണ് ഭരണമേറ്റത്. അതും നമ്മൾ മറന്നു കളയുന്നത്. അപ്പൊ ജനറൽ ഇലക്ഷനിൽ കൂടി കയറി വരുന്നതും ജനാധിപത്യ പ്രക്രിയയിൽ കൂടി കയറി വരുന്നവരെല്ലാവരും തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന് യാതൊരു ഉറപ്പുമില്ല. സൽമാൻ, ഓവർ ടു യു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്വീഡനിലെ വാർത്തകൾ ഷെയർ ചെയ്യും. ഓക്കെ, വാർത്തകൾ ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ജെൻഡർ സെഗ്രിഗേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നു. ഞാൻ 2 ആഴ്ചക്ക് മുമ്പ്, എനിക്കൊന്ന് ലാസ്റ്റ് മന്ത് എൻ്റെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ ഇവിടെ തന്നെ പങ്കെടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു സ്കോളർഷിപ്പ് ഡിക്ലെയർ ചെയ്തു. ഓരോരോ വലിയ പ്രോമിനന്റ് കമ്പനീസും സ്കോളർഷിപ്സ് ഡിക്ലെയർ ചെയ്യും. അതിൽ ഒരു സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിക്കും, ദോസ് ഹു ഐഡന്റിഫൈ ദംസെൽവ്സ് ആസ് മുസ്ലിം, അവർക്ക് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പ്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ്. ഇതൊരു ജനാധിപത്യ പ്രോഗ്രസീവായിട്ടുള്ള സെക്യുലർ ഡെമോക്രസി എന്ന് അറിയപ്പെടുന്ന രാജ്യമാണ് കാനഡയിൽ. ഇത് പബ്ലിക് സ്കൂളിൽ ടാക്സ് പേയേഴ്സിന്റെ ചെലവിൽ നടത്തുന്ന സ്കൂളിൽ ഇത് ക്രീപ്പിൻ ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ്. സോ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ് വെൽ. ഇറ്റ്സ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ. ആൻഡ് നമ്മളെല്ലാവരും അവിടെ ഈ രാജ്യങ്ങളിൽ പൗരന്മാരായിട്ടുള്ളവർ, സാമാന്യ ബുദ്ധിയുള്ളവർ, പുരോഗമനത്തെയും ഫ്രീ തിങ്കിങ്ങും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നവർ, നമ്മൾ തന്നെ ഇതിന് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് ഇവർ. നമ്മളെല്ലാം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും, പല രാജ്യങ്ങളിൽ നിന്നും ഇത് സഹിക്കവയ്യാതെ കുടിയേറിയവരാണ്. അപ്പോൾ വീണ്ടും കുട്ടിച്ചോറാക്കാൻ പോകുന്ന ഒരവസ്ഥയിൽ നിന്നും ആ രാജ്യങ്ങളെ സഹായിക്കാൻ സ്വബോധമുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളവർ മുന്നോട്ട് വന്ന് തീരുമാനങ്ങൾ യുക്തിസഹമായി എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. BBC വന്നൊരു വാർത്ത ഞാനിവിടെ ഷെയർ ചെയ്യാം. അതായത് ഒരു 22കാരൻ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും അക്കൗണ്ട് തിരഞ്ഞു പിടിച്ചുകൊണ്ട് പോണോഗ്രഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അയക്കുകയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കേസാണ്. അപ്പോൾ BBC അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരനെ ജയിലിലിട്ട് 8 വർഷത്തിന് ശിക്ഷിച്ചു. അപ്പം ഞാൻ ചോദിക്കണത്, ഇപ്പോൾ BBC ഇങ്ങനത്തെ കാര്യങ്ങൾ ഭാഗത്തുനിന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അതിന്റെ വാർത്ത ഷെയർ ചെയ്തോളൂ. ഉണ്ടെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ലിങ്കിൽ. വിഷ്ണു, അല്ല, സൽമാന്റെ സ്ക്രീൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലേ നമ്മുടെ ഭാഗത്തേക്ക്? ഷെയർ യുവർ സ്ക്രീൻ. ഐ തിങ്ക് തേർഡ് ഐക്കൺ. ഷെയർ ചെയ്യണോ? ഉണ്ടോ? ഞാൻ നോക്കട്ടെ. ഞാനത് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. എന്താ വന്നിട്ടുണ്ട്? കാണുന്നുണ്ടോ? ഒരുപാടുണ്ടല്ലോ വാർത്തകൾ. കാണുന്നുണ്ടോ?
കാണുന്നുണ്ട്. ഒരു നോട്ട് പാഡ് പോലെയുള്ളത് കാണുന്നത് ട്ടോ. മറ്റേത് കാണുന്നില്ലല്ലേ? ന്യൂസ് അത് കാണുന്നില്ലല്ലോ? അത് ആ വിൻഡോ മാറ്റിയാൽ മതി. ഇല്ല. മറ്റേ ഷെയറിൽ വിൻഡോ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് വിൻഡോ എടുത്തിട്ട് ആ വിൻഡോ മാത്രമായിട്ട് ഷെയർ ചെയ്താൽ മതി. അത് ഓപ്പൺ ആയ ലിങ്കിന്റെ ബ്രൗസറിന്റെ വിൻഡോ മാത്രമായിട്ട് ഷെയർ ചെയ്താൽ മതി. നമ്മൾ വേറെ ഏതോ സൽമാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പേപ്പറാണ് കണ്ടത്. അല്ലല്ല അതാണോ? അതൊന്നല്ല, അതൊക്കെ ന്യൂസാണ് കൈപ്പള്ളിന്റെ. ന്യൂസിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. കാണാൻ വയ്യ, അതൊക്കെ കണ്ടുപിടിക്കുന്നില്ല. വളരെ ചെറിയ അക്ഷരമായിരുന്നു, അതുകൊണ്ടാണ്. അതിനോടൊപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ കൈപ്സ് കഫേയിലും ആരിഫിന്റെ ചാനലിലും രണ്ടിലും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും. ഇതിന്റെ ആൽഗറിതം, യൂട്യൂബിന്റെ ആൽഗറിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു all the necessary steps and you can also join both subscribe, join ഉണ്ട്, join button ഉണ്ട്. യെസ് സൽമാൻ ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം. കാണുന്നുണ്ട്. BBC റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, കഴിഞ്ഞ ആഴ്ച വന്നതാണ്. പിന്നെ ഒരു 22കാരൻ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെ അക്കൗണ്ട് തെരഞ്ഞു പിടിച്ചുകൊണ്ട് പോണോഗ്രഫി എടുത്ത് വിൽക്കുന്ന ഒരു പരിപാടി. അപ്പം ഇങ്ങനത്തെ നമ്മൾ പീഡോഫീലിയ എന്ന് പറയുന്ന ഒരു സൈക്കോപാത്തിക് ആയിട്ടുള്ള ഡിസോർഡർ, ഈ ഡിസോർഡർ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്രവണത കാണിക്കും. ഇവരുടെ തലച്ചോറിൽ ചില സാധനങ്ങൾ ലൂസാണ്, അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് എന്താ പറയുക, ഇത് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ മറിച്ച് ഇവരെ പിന്നെ കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ പിന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, കുട്ടികൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ പലതും ചെയ്യുമ്പോൾ, സെക്സ് പ്രൊഡക്റ്റേഴ്സ് വന്ന് ചെയ്യുമ്പോൾ ഇതെന്താണ് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം കൊടുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇതിൽ ഇസ്ലാമിന്റെ റോള് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ BBC പോലത്തെ ന്യൂസുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കൊമൈനിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് പിന്നെ ഇസ്രായേൽ പോയി ആക്രമിച്ച സമയത്ത് അവിടുത്തെ ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. സൽമാൻ ജസ്റ്റ് FYI മൊത്തം സ്ക്രീൻ ഷെയർഡ് ആണ് ട്ടോ, വിൻഡോ മാത്രല്ല. ഓക്കെ, ഇത് വർക്കിന്റെ കാണുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഇത് അത് കുഴപ്പമില്ല, വർക്കിന്റെ ഒന്നുമില്ല. ഇത് കാണുന്നുണ്ട്. ഇൻസ്റ്റ അല്ലേ? ഇൻസ്റ്റയിലുള്ളതാണ്. ഇത് നമ്മൾ ഇത് പറയോ, അതിനെപ്പറ്റി പറയോ? ഓക്കെ, ഇതില് ഓഡിയോ അപ്പൊ പുള്ളിക്കാരൻ പച്ചയില് ഇതില് പറയുകയാണ്, പിന്നെ കുട്ടികളെ, ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു വളരെ രസകരമായുള്ള കാര്യമുണ്ട്. അതായത് ഒരു സ്ത്രീ ഹിജാബ് ഇടാത്തതിന് ജയിലിലോട്ട് ഒരു സെക്കൻഡ്, അത് പറയുന്നതിന് മുമ്പ് അതിലുള്ള ചില വാക്കുകൾ നമ്മൾ യൂട്യൂബിൽ ഇത് പോകുമ്പോഴത്തേക്കും ഇയാളുടെ ഓഡിയോ കേൾപ്പിച്ചാൽ വീഡിയോ ചിലപ്പം എന്താ പറയുക ബ്ലോക്ക് ആവും. സോ അത് സെൻസർ ചെയ്ത് പറഞ്ഞോളൂ, ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. കണ്ടിന്യൂ. ഓക്കെ. അപ്പോൾ ഇയാള് പിന്നെ ഇത് ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഇയാള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചെറിയ കുട്ടികളെ ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ എഴുതിയ പുസ്തകമാണ്. പിന്നെ ഈ നമ്മളെ കേരളത്തിലെ സമസ്ത മദ്രസകളിൽ +1 +2 പഠിപ്പിക്കുന്ന, അതായത് അവരുടെ മദ്രസകളിൽ +1 +2 പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഫത്തവുൽ മൊയിൻ എന്ന് പറഞ്ഞ്, ഷാഫി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള, ഷാഫി മദ്ഹബിന്റെ മെയിൻ സ്ഥാപകനാണ്. പുള്ളിക്കാരൻ എഴുതിയൊരു പുസ്തകമാണ് ഫത്തവുൽ മൊയിൻ. അപ്പൊ ഇതിന്റെ പിന്നെ കൊമൈനിന്റെ ഒരു വേർഷനാണ് ഇറാനിലുള്ള. അപ്പൊ പുള്ളിക്കാരൻ അതിൽ പച്ചയായിട്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഹിജാബിന്റെ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ ജയിലിടുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ തൂക്കിക്കൊല്ലുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവരെ പിന്നെ കേസുകളുടെ ഉള്ളിൽ അവർ മരണപ്പെടുന്നതിന്റെ മുന്നേ അവരെ റേപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരെ റേപ്പ് ചെയ്താലേ അവരെ പിന്നെ സ്വർഗത്തിൽ പോകുന്നത് തടയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സംഭവം. അത് വെർജിൻ വുമണിനെ വെർജിനായി വിടരുത് മരണപ്പെടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പച്ചക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതേപോലെ തന്നെ പീഡോഫിലിയുടെ കാര്യത്തിൽ പറയണത്, പുള്ളിക്കാരത്തിൽ പറയണത്, പ്രവാചകൻ 6-ാം വയസ്സിൽ ഐഷനെ കല്യാണം കഴിച്ചത് കൊണ്ടും 9-ാം വയസ്സിൽ കൺസുമേറ്റ് ചെയ്തത് കൊണ്ടും 9-ാം വയസ്സിൽ പിന്നെ കല്യാണം കഴിക്കാം എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇത് കൂടാതെ ഈ ബലാത്സംഗത്തിലേറായ പെൺകുട്ടികളെ പിന്നെ കല്യാണം കഴിക്കാമെന്നും കൂടി പുള്ളിക്കാരൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ സെക്സ് ഒരു ആണിന്റെ സെക്സ്വൽ ഡിസയർ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കുട്ടികളെയും ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പച്ചക്ക് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ രീതി. അപ്പൊ നിങ്ങൾ പറയും കൊമേനിന്റെ ഇതേ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ അടുത്ത്
പിന്നെ ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ട് UK-ൽ നിന്ന് വരുന്ന സംഭവങ്ങൾ. ഇപ്പോ ഇങ്ങനെ ഗ്രൂമിങ് ഗാങ്സിന്റെ അവസാനം അവർ അംഗീകരിക്കുകയാണ് ഗ്രൂമിങ് ഗാങ്സിനെ പറ്റിയിട്ട്. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഇവരെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാണെന്ന് അവസാനം ഗവൺമെന്റ് സമ്മതിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത് വന്ന കഴിഞ്ഞ ആഴ്ച വന്ന ന്യൂസാണ്, റോസ്ട്രിയൽ ഗ്രൂമിങ് ഗാങ് റിംഗ് ലീഡേഴ്സ് ടു ഫൈനലി ബി ഡിപ്പോർട്ടഡ് ടു പാകിസ്ഥാൻ. അപ്പോൾ ഈ ഗ്രൂമിങ് ഗാങ്ങിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഗ്രൂമിങ് ഗാങ്ങിൽ അധികവും പാകിസ്ഥാനികളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ലേബർ പാർട്ടിയും ബാക്കിയുള്ളവരൊന്നും മിണ്ടാണ്ട് നടന്നിരുന്നു. പക്ഷെ ആൾക്കാർ എന്താ പറയുക, ദേഷ്യം പിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അപ്പം അങ്ങനെ അവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഒന്നും ഇതിന് മിണ്ടാതിരുന്നപ്പോൾ ജനങ്ങൾ തന്നെ മുന്നോട്ട് എടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിലപാട് അവിടുത്തെ ലെഫ്റ്റ് തന്നെ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. പറയുമ്പോൾ UK-ന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MP-മാർ പിന്നെ ഈ ഒരു ഭരണകൂടത്തിലാണ് വന്നിട്ടുള്ളത്, മുസ്ലിങ്ങളായിട്ട് പാകിസ്ഥാനികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേ കോണ്ടെക്സ്റ്റിൽ പിന്നെ വേറൊരു ഇറാഖിൽ നിന്നുള്ള ഒരു സംഭവം കുറച്ചു കാലം മുന്നേ വന്നതാണ്, ഈ വർഷം തന്നെ വന്നതാണ്, കുറച്ച് മുന്നേ വന്നതാണ്. അതായത് ഇറാഖി ലോ മേക്കേഴ്സ് പാസ് എ ബിൽ ദാറ്റ് ക്രിറ്റിക്സ് സേ ലീഗലൈസസ് ചൈൽഡ് മാരേജ് എന്ന്. 9 വയസ്സുള്ള പെൺകുട്ടികളെ പ്രവാചകൻ കല്യാണം കഴിച്ചതുപോലെ തന്നെ കഴിക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ അവിടുത്തെ പിന്നെ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമാണ്, ഓരോ അവരുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ്. ഇത്രയധികം രാജ്യങ്ങളൊക്കെ ഈ പീഡോഫിലെ കേസുകളിലൊക്കെ മുസ്ലിങ്ങളായി വരുമ്പോൾ ഇതിന് ഒരു ഫണ്ടമെന്റലി ഒരു പ്രോബ്ലം ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീഡോഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സെക്സ്വൽ പെർവേഷൻ എന്നുള്ള ഇതിൽ തലച്ചോറിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു സംഭവം. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയുന്നത് മോണിറ്റർ ചെയ്യണം, ഇൻകാർസറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ മോണിറ്റർ ചെയ്യണം, ഇൻകാർസറേറ്റ് ചെയ്യണം, കുട്ടികൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന് പീഡോഫീലിയൻ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കാത്ത സൊസൈറ്റികളിലാണ് ഈ പറഞ്ഞ പോലെ 9 വയസ്സായ കുട്ടികളെ കല്യാണം കഴിക്കുക എന്നും ലെസ്റ്റിന് വേണ്ടി അതിന് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റികളിൽ നിന്ന് ഇങ്ങനത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇറാഖിലും ഇറാനിലും ഈ പാകിസ്ഥാനിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, സിറിയയിലും ഒക്കെ. അപ്പോൾ ഈ രാജ്യങ്ങളെ പ്രശ്നമല്ല, ഈ രാജ്യങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുഖാരി മുസ്ലിമിന്റെ 5:1-34 ഹദീസിൽ പറയുന്ന ഒരു കാര്യം. ആരിഫ് ഭായ് ബുഖാരിയുടെ 5:1-34 ഹദീസിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഐഷനെ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിലാണെന്നും 9-ാം വയസ്സിലാണ് സെക്സിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതേ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് സൂറത്തുൽ കഹഫിൽ ഖുറാനിൽ പറയുന്നത് 60-82 വരെ. അതായത് പിന്നെ മാതാപിതാക്കള് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിസ്കരിക്കില്ല, ദൈവത്തിന് അള്ളാഹുവിനെ ചോദ്യം ചെയ്തതിന് ഒരു കുട്ടിയെ ഖിളിർ എന്ന് പറയുന്ന പിന്നെ മൂസാ നബിക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പടച്ചോൻ പിന്നെ നിയോഗിച്ച ആളാണ് ഖിദിർ എന്ന് പറയുന്ന ആള്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് ഈ കുട്ടീനെ കൊല്ലുകയാണ് ഈ ഒരു കാരണം പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ ഹദീസുകളിൽ, ബുഖാരിന്റെ ഹദീസുകളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, പിന്നെ 15 വയസ്സായിട്ടും ഒരു കുട്ടി നിസ്കരിച്ചിട്ടില്ല എന്ന്, ആ കുട്ടിയെ തല്ലി നിസ്കരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പിന്നീട് വേറൊരു ഹദീസിൽ, ബുഖാരിന്റെ ആണോ മുസ്ലിമിന്റെ ആണെന്ന് അറിയില്ല, പിന്നെ ഈ ഹദീസുകളിൽ ഒരു ഉമ്മ 2 ശവശരീരങ്ങളുടെ മുന്നിൽ കരയുന്നത് കണ്ടു. അപ്പോൾ സഹാബിമാർ എന്തിനാണ് കരയണത് എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പ്രവാചകൻ വന്നു, അച്ഛനും ഭർത്താവും പിന്നെ അച്ഛനും മകനും മരിച്ചത് കൊണ്ടാണ് കരയണത് എന്ന്. അപ്പൊ ആ ഉമ്മ പിന്നെ പറയാണ്, അതുകൊണ്ടല്ല, എനിക്ക് ഒരു മകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ മകനെയും കൂടി ഞാൻ ഷഹീദാക്കാൻ കൊടുത്തേനെ, അങ്ങനെ ഒരു മകൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണത്ര. ഇങ്ങനത്തെ രീതിയിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലീജിയനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ പറഞ്ഞ പോലത്തെ പീഡോഫിലിയ കാണുന്നത്. പീഡോഫിലിയ നോർമലൈസ് ചെയ്യുന്ന റിലീജിയസ് ടെക്സ്റ്റുകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണകൂടങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജനസമുദായം ഉണ്ടാവുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇന്ന് കാണുന്ന രീതിയിൽ ഇറാഖിലും ഇറാനിലും പാകിസ്ഥാനികൾ UK പോയിട്ട് കാണിച്ചു കൂട്ടുന്നു കാണുന്നത്. പാകിസ്ഥാനിൽ ചെയ്യുന്നത് പ്രശ്നമില്ല, കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട്. ഇതേ പാകിസ്ഥാനിൽ UK പോയി ചെയ്യുമ്പോൾ അതൊരു മോഡേൺ സിവിൽ സൊസൈറ്റി ആകുമ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. ഇതിന് ഫണ്ടമെന്റൽ പ്രോബ്ലം ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇത് പാകിസ്ഥാനികളുടെ പ്രശ്നമല്ല, ഇസ്ലാമിന്റെ പ്രശ്നമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ പിന്നെ പെൺകുട്ടികളെ പുറത്തിറക്കുന്നില്ലല്ലോ. അപ്പൊ പെൺകുട്ടികളെ പുറത്തിറക്കാത്ത
കൊടുത്തത് കൊണ്ട് ആൺകുട്ടികളെ വെച്ചുകൊണ്ട് അവിടുത്തെ പുരുഷന്മാർ കാമം തീർക്കുന്ന രീതികൾ ഉള്ള ഒരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഒരു കൾച്ചറൽ ഒരു സംബോധന അവിടെ ഉണ്ട്. ബച്ചാബാസി എന്ന് പറഞ്ഞ് നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതിൽ പിന്നെ ആൺകുട്ടികളെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പെൺകുട്ടികളെ ഇറക്കാത്തത്, പഠിപ്പിക്കാതെന്ന് പറഞ്ഞിട്ട് കുറെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഉസ്താദകന്മാർ, ഹോസ്റ്റൈൽ സെക്സിസം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇതിന്റെ ഒരു പെർവേർട്ടഡ് ഫോം ആയിട്ട് ഉണ്ടായി വന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ ബച്ചാബാസി എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളെ വെച്ചുകൊണ്ട് ആൺകുട്ടികളെ കാമത്തിന് ഇരയാക്കുന്ന ഒരു രീതി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഈ ഒരു പെർവേർഷൻസ് ഒക്കെ നമ്മൾ തപ്പി നോക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇസ്ലാമിന്റെ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഈ ലെഫ്റ്റ് ലിബറൽ ഇതിനെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹമാസിന്റെ നമ്മൾ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഹമാസ് ചെറിയ കുട്ടികൾ പിന്നെ ഈ ഹോസ്റ്റേജസിന്റെ ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ മേലെ ഇരുന്ന് താണ്ഡവമാടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതെവിടെയാണ് ഫണ്ടമെന്റൽ പ്രോബ്ലം എന്നുള്ളത് വ്യക്തമാണ്. ഇസ്ലാമാണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അത് മനസ്സിലാക്കാതെ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോഴും ഇസ്ലാമോഫോബിയ എന്ന് പറയാനാണ് ആൾക്കാർക്ക് പേടി. പിന്നെ ഇത് ഇസ്ലാമോഫോബിയ ഒരു ഫോബിയ അല്ല, അത് ഇസ്ലാമോ ഫിയർ ആണ് എന്ന് ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ പുറത്ത് പറയുമ്പോൾ അതിനെ ലെഫ്റ്റ് ലിബറൽസ് പിന്നെ ക്യാൻസൽ ചെയ്യുകയും നശിപ്പിച്ച് കളയുകയും അല്ലെങ്കിൽ വോക്കിസം കാണിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫണ്ടമെന്റലി ഇവിടെ ക്ലിയർ ആണ്, ഇത് ഇസ്ലാം തന്നെയാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നൊരു ന്യൂസാണ് ഫ്രീ പ്രസ് ജേർണലിൽ. അതായത് ഫ്രീ പ്രസ് ജേർണലിൽ അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പിന്നെ മുസ്ലിം ആവാൻ പിന്നെ നിർബന്ധിക്കും. ഇൻഡോറിൽ നിന്ന് വന്ന ന്യൂസാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ മുസ്ലിങ്ങൾ ആവാൻ വേണ്ടി നിർബന്ധിക്കുകയും മുസ്ലിമായി കൺവേർട്ട് ചെയ്യാത്തവരെ നിർബന്ധിച്ച് HIV ബാധിതരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുള്ള സിറിഞ്ചസ് കുത്തിവെച്ചുകൊണ്ട് നിന്നെ HIV കാരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു രീതി. അതായത് പിന്നെ HIV ജിഹാദ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ആ ഒരു സംഭവത്തിൽ രീതിയിലുള്ള ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കുറെ ഹിന്ദുത്വ ചാനലുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഏറെക്കുറെ ഫ്രീ പ്രസ് ജേർണൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പിന്നെ അങ്ങനെ ഒരു ഹിന്ദുത്വ ചാനലല്ല, മറിച്ച് ഒരു സെൻട്രിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ്. അവർ വരെ ഇത് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോഴും ഇതിനെപ്പറ്റി പിന്നെ നിശബ്ദമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പീഡോഫിലിയന്റെ ഫണ്ടമെന്റൽ കോസ്, മൂന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ കാര്യം അതോറിറ്റി, അതായത് നോർമലൈസേഷൻ നടക്കുന്നുണ്ട് ഇസ്ലാമിന്റെ കമ്മ്യൂണിറ്റിയിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പീഡോഫൈൽസ് ഉണ്ട്, പക്ഷെ അവർ ആ രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ അവർ പിന്നെ സൈക്യാട്രിക് ഫെസിലിറ്റീസിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡെവലപ്പ് കൺട്രീസിലോട്ട് വരുന്ന ആൾക്കാർക്ക് പീഡോഫീലിയനെ നോർമലൈസ് ചെയ്ത ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്നത്, അതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ബോധം ഇല്ല. അതിന് കാരണം ഇസ്ലാമാണ്. അപ്പോൾ ആ ഒരു ഫണ്ടമെന്റൽ ഇസ്ലാമിനെ അവിടെ അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആൾക്കാർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇസ്ലാമിക് ബാക്കിംഗ് കൊണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ പ്രോബ്ലം ഇതാണ്. ഇതുകൊണ്ടാണ് ഗ്രൂമിങ് ഗാങ്സ് ഒക്കെ ഉണ്ടായി വരുന്നതും, അഫ്ഗാനിസ്ഥാനിൽ ബച്ചാബാസി ഉണ്ടാകുന്നതും, ബ്രിട്ടനിൽ ഗ്രൂമിങ് ഗാങ്സ് ഉണ്ടാകുന്നതും, ഇറാഖിൽ ചെറിയ കുട്ടികളെ 9 വയസ്സായ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പൊതുവെ നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു എക്സാമ്പിൾ ആണ് പിന്നെ ഈ രാജ്യം അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യം. ഒരു മിനിറ്റ്. ഓക്കെ, അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യം കാണുന്നില്ല? കാണുന്നുണ്ടോ? ഇത് മറ്റേ ഹനന്യ നഫ്താലി ചെയ്ത ഇതാണ്. പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ അടുത്ത് അസർബൈജാനിൽ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ അസർബൈജാനിൽ പിന്നെ മുസ്ലിം രാജ്യങ്ങളിൽ, അതായത് മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യങ്ങളിൽ ശക്തമായിട്ടും വ്യക്തമായിട്ടും പരസ്യമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. ഒരു എക്സെപ്ഷണൽ കേസാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളും ഉണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇതേ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നേ തന്നെ ആരിഫ് ഭായ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ ഒരു പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാവുകയും ഇപ്പൊ സോവിയറ്റ് യൂണിയനിൽ നിന്ന് മാറി സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായി നിൽക്കുന്ന മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ അവിടെ ബുർക്ക ബാനിങ്ങും അതിന്റെ
ആ ഒരു രാജ്യം, അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിലുള്ള രാജ്യം തന്നെയാണ് അസർബൈജാനും. ഈ രാജ്യങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം അതിനെ വീടുകളിൽ നിന്ന് ഒതുക്കാൻ വേണ്ടി വീടുകളിൽ തന്നെ ഒതുക്കുക, അതിനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള മെഷേഴ്സ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. അവർ അപ്പോൾ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ UAE-യിലും ഈ പറഞ്ഞ പോലെ കൈപ്പള്ളി പറഞ്ഞ പോലെ പിന്നെ ആമാശയത്തിന്റെ കാര്യങ്ങളാണെങ്കിലും അവരും ഇസ്ലാമിനെ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്തിട്ട് ഇസ്ലാം എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും മനുഷ്യാവകാശവും ഈ പറഞ്ഞ പോലെ ലിബറലിസം പറഞ്ഞുകൊണ്ട് ലെഫ്റ്റുകളാണ് ഈ പറഞ്ഞ പോലെ ഈ EU-ലൊക്കെ വരുന്ന മുസ്ലിമുകൾ ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ഇസ്ലാമിനെ അറിയുന്ന ആൾക്കാരെ കണ്ട് പഠിക്കണം, അവരോട് ചോദിച്ചു പഠിക്കണം എന്നാണ് പറയുന്നത്. അസർബൈജാൻ, കസാഖിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളെ നോക്കി പഠിക്കണം, കണ്ടു പഠിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഇനി അധികം നീട്ടുന്നില്ല. ഒരു കാര്യം അറിയാം, ഈ അസർബൈജാൻ ഇസ്രായേൽ ദോസ്ത് ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഇതേ അസർബൈജാൻ ഇസ്ലാമിക രാജ്യമാണ് നമ്മളുടെ അർമേനിയയിൽ മറ്റേ അവിടെ വംശഹത്യ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു തമാശയാണത്. വംശഹത്യ നടത്തുന്ന ആളുകൾ എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഓക്കെ, ഇതേ ഇസ്രായേൽ വംശഹത്യ പച്ചയ്ക്ക് നടത്തുന്ന രാജ്യമായ അസർബൈജാന് പിന്തുണയ്ക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്നതായിട്ട് കാണാം. കാരണം ഇവർ തമ്മിൽ നല്ലൊരു ബിസിനസ് ഡീല് അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്ന ഒരു സമയമാണ്. അതിൽ ഇന്ത്യ അർമേനിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് പണ്ടുണ്ടായിരുന്ന സമയത്ത് അസർബൈജാനെ സഹായിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പുറത്തും അർമേനിയനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യ അപ്പുറത്ത് നിന്നിട്ട് പരസ്പരം നിന്ന് പോരാടിയിട്ടുള്ള ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്. വളരെ തമാശയാണ്. അതെ, അർമേനിയ അസർബൈജാൻ അടിയുള്ള ഒരു സംഭവമാണ്. അതെ, നമ്മളെ നാഗർണോ കറാബക്ക് ആ റീജിയൻ മുസ്ലിം ക്രിസ്ത്യൻ അതോ എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക നമ്മൾ? അത് നമ്മൾ പോക്കിരി പണ്ട് ഇത് വളരെ വിശദമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. പോക്കിരി ഒന്ന് ആഡ് ചെയ്യണേ നല്ലതാ. എത്നിക്കാണ്. നമ്മൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും നിങ്ങൾ മതം മാത്രമല്ല എത്നിക്കാണ്. ഈ അർമേനിയും അസർബൈജാൻ, എനിക്ക് അസർബൈജാൻ തുർക്കുകളാണെന്ന് സംശയമുണ്ട്. ഇതെല്ലാം തുർക്കിക് കൺട്രീസ് ആണ്, തുർക്കിക് ലാംഗ്വേജ് സംസാരിക്കുന്ന രാജ്യങ്ങളാണ്. ആൾട്ടൈക് തുർക്കിക് ലാംഗ്വേജസ് സംസാരിക്കുന്ന വിത്ത് ഹെവി ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യൻ വൊക്കാബുലറി അടങ്ങുന്ന തുർക്കിക് ലാംഗ്വേജസ്. ഇറ്റ് ഡസൻ മീൻ ഇറ്റ് ഇസ് ടർക്കിഷ്, ഇറ്റ്സ് ജസ്റ്റ് തുർക്കിക് ലാംഗ്വേജ്. നമ്മളെ ചെങ്കിസ് ഖാൻ സഹോദരൻ പടയോട്ടം നടത്തിയ സ്ഥലം. യു മീൻ നമ്മുടെ രവിചന്ദ്രന്റെ ചെങ്കിസ് ഖാൻ. അത് മറക്കൂലേ? അത് മറക്കൂല. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.